ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്ന് ക്ലാസ് 8 ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് 2017 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. വീണ്ടും 2024 ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഒബ്സർവിങ് ദ ഗിവൺ ഡയഗ്രാം. ഇവിടെ ഒരു ഡയഗ്രാം നൽകിയിരിക്കുന്നു. ഈ ഒരു ഡയഗ്രാം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. നോക്കിയേ, വാട്ട് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഷോൺ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞതാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കണം. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ്. അതായത് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു സെല്ല് എടുത്തിരിക്കുന്നു. ഈ ഒരു സെല്ലിൽ വയർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം ഒരു സ്പ്രിങ് പോലെ കോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? സ്പ്രിങ് പോലെ കോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോയിലിനകത്തേക്ക് ഒരു സോഫ്റ്റ് അയൺ കോറോ അല്ലെങ്കിൽ ഒരു ആണിയോ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും? യെസ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെ? അവിടെ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. റൈറ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ്. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ സ്ട്രെങ്ത്, ശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മെത്തേഡുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഈ ഒരു ചിത്രം ഇലക്ട്രോ മാഗ്നറ്റിൻ്റെതാണ്. ഇപ്പം തന്നെ പഠിക്കുക, നമ്മൾ റിവിഷനാണ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രം ഇലക്ട്രോ മാഗ്നറ്റിൻ്റെതാണ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിങ് ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വോണ്ട് ഓഫ് എ സോഫ്റ്റ് അയൺ പീസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് വയറിൽ, ഒരു കോപ്പർ വയറിൽ നമ്മളൊരു സ്പ്രിങ് പോലെ വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കറൻറ്റ് കൊടുക്കുകയാണ്. എന്ത് കൊടുക്കുകയാണ്? കറൻറ്റ് കൊടുക്കുകയാണ്. ആൻഡ് ആ ഒരു കോയിലിനകത്തേക്ക് നമ്മളൊരു സോഫ്റ്റ് അയണിൻ്റെ പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുക? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്തവണ ഒരുപക്ഷെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാൻ ചോദിക്കുന്നുണ്ടാവുക. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും, അതുപോലെ സ്ട്രെങ്ത് കുറയ്ക്കാനും പറ്റും. സാധാരണ മാഗ്നറ്റുകൾക്ക് നമുക്ക് സ്ട്രെങ്ത്തും ശക്തിയൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പറ്റും. എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും? സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ. എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടേൺസ് കൂട്ടണം. ഈ പറഞ്ഞ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? മാഗ്നറ്റിക് എഫക്റ്റ് കൂടും. അപ്പോൾ ഇവിടെ ഒരു 10 ചുറ്റും ഇവിടെ ഒരു 5 ചുറ്റുമാണെങ്കിൽ 10 ചുറ്റുമുള്ള ആ ഒരു ടേൺസ് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിനാണ് കൂടുതൽ മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് സ്ട്രെങ്ത് ഓഫ് ദ കറൻറ്റ്. കറൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊടുത്താൽ മതി, അല്ലേ? ഇവിടെ ഒരു 5 ആംപിയർ കറൻറ്റും കൊടുത്തു, ഇവിടെ 10 ആംപിയർ കറൻറ്റും കൊടുത്തു. എവിടെയാണ് കൂടുതൽ കറണ്ട് ഉണ്ടാവുക? യെസ്, ഇവിടെയാണ്, അല്ലേ? 10 ആംപിയറിലെ കൂടുതൽ കറണ്ട്. അപ്പോൾ അവിടെയാണ് കൂടുതൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ മനസ്സിലാക്കുക, ഒന്നുകിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ കറൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക. ആൻഡ് അടുത്തത് നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. ഈ ഒരു കോയിലിനകത്ത് നമ്മളൊരു സോഫ്റ്റ് അയൺ പീസ് വെച്ചില്ലേ? ഈ ഒരു സോഫ്റ്റ് അയണിൻ്റെ പീസിൻ്റെ ഏരിയയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പറഞ്ഞ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഈ പറഞ്ഞ 3 ഫാക്ടറുകളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ, അതുപോലെ സ്ട്രെങ്ത് ഓഫ് ദ കറൻറ്റ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാമല്ലോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് നേടാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ്. അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി. കൂടുതൽ ക്വസ്റ്റ്യനുകൾക്കായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.